സംസ്ഥാന താൽപ്പര്യത്തിനൊപ്പം പോലും താങ്കൾ നിൽക്കുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉന്നയിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പാർലമെന്റിൽ എൻ.കെ. പ്രേമചന്ദ്രൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കേന്ദ്ര നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ളതാണ്. GST-യുമായി ബന്ധപ്പെട്ട താങ്കളുടെ ചോദ്യത്തെക്കുറിച്ച് അന്ന് തന്നെ കെ.എൻ. ബാലഗോപാൽ വിശദീകരിച്ചിരുന്നല്ലോ. അതായത് IGST നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള താങ്കൾ ഉന്നയിച്ച ചോദ്യം, 750 കോടി രൂപ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള മന്ത്രിയുടെ മറുപടി, അക്കാര്യത്തിൽ കെ.എൻ. ബാലഗോപാൽ പിന്നീട് നൽകിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലൊക്കെ തന്നെയും താങ്കൾ ഉറപ്പിക്കുന്നത് കേന്ദ്ര നിലപാടാണ്. ആ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ താങ്കൾ ഉറപ്പിക്കുന്നത് കേന്ദ്ര നിലപാടാണ്. ഒരാവശ്യമില്ല. IGST-യുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പറഞ്ഞത് എന്താ? അതിൽ ബാലഗോപാലും സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിരോധത്തിലായി എന്നുള്ളത് ശരിയാണ്. അതിന് ഞങ്ങളാണോ ഉത്തരവാദി? സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ് GST കോമ്പൻസേഷൻ നൽകാൻ കഴിയാതെ പോയിട്ടുള്ളത്. സമർപ്പിച്ചാൽ അടുത്ത ദിവസം 24 മണിക്കൂറിനുള്ളിൽ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യത്തെ തുടർന്ന് വിവാദമായി മാറി വിഷയം. ഒരാഴ്ചക്കുള്ളിൽ അവർ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ എൻ്റെ ചോദ്യം സത്യത്തിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് സഹായകരമായി തീർന്നു, അത് ദോഷകരമായി തീർന്നു? പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ന്യായീകരിക്കുന്ന ചുമതല, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ അത് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ന്യായീകരിക്കേണ്ട ബാധ്യതയും ചുമതലയും ഞങ്ങൾക്കില്ല. സംസ്ഥാന ഗവൺമെൻറ് വീഴ്ചയുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് വീഴ്ചയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റാണ്. അല്ലാതെ അത് ന്യായീകരിക്കുകയല്ല. കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ, അതിൻ്റെയൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. IGS ഞങ്ങൾ 18 MP-മാർ പോയി കണ്ടതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന വായ്പാ പരിധിയിൽ ഇളവ് വരുത്തിയില്ലെങ്കിൽ പോലും അത് അടയ്ക്കുന്നതും അതിൻ്റെ കണക്കാക്കുന്നതിന് വർഷങ്ങൾ ദീർഘിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ സങ്കുചിതവും നിക്ഷിപ്തവുമായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നെ സംഘിവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ അജണ്ടയായി മുന്നോട്ട് വെക്കുന്നത്. അത് ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നികേഷ് നോർമയില്ലേ, ഞാൻ ജയിച്ചാൽ പാർലമെൻറ്റിൽ പോയാൽ മോദി അധികാരത്തിൽ വന്നാൽ അടുത്ത ദിവസം മന്ത്രിയായി പ്രേമചന്ദ്രനും BJP-യോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ട് 5 വർഷമായല്ലോ. എൻ്റെ ക്രെഡിബിലിറ്റി, എൻ്റെ ഇൻറ്റഗ്രിറ്റി, 5 വർഷത്തെ പാർലമെൻ്ററി റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിക്കണം. അതിനിശ്ചിതമായി എന്തിനേറെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ വിവാദപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ 3 മണിക്കൂർ ശേഷമുള്ള മൈനോറിറ്റീസിനോടുള്ള ഇൻജസ്റ്റിസ്, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ക്രോണിക് ക്യാപിറ്റലിസം ഉൾപ്പെടെ ഈ ഗവൺമെൻറ് ചെയ്ത കൊള്ളരുതായ്മകളും UPA ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങളും കൃത്യതയോടുകൂടി വിശദീകരിച്ചുകൊണ്ട്